ഓരോരുത്തർക്ക് ചില ആളുകൾക്ക് പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ കഴിയൂല, പല ഡിസ്ട്രാക്ഷൻസ് വന്നുകൊണ്ടിരിക്കും. ചില ആളുകൾക്ക് പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യാൻ കഴിയും. പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്ത ആളുകൾക്ക് എൻ്റെ റിസൾട്ടിൻ്റെ വ്യത്യാസം ഉണ്ടാവും. തീർച്ചയായിട്ടും ഏത് കാര്യം അങ്ങനെ തന്നെയാണ്. നിങ്ങൾ എത്രത്തോളമാണ് അതിൽ ട്രസ്റ്റ് ചെയ്യുന്നത് അത് അതിനനുസരിച്ചിട്ടിരിക്കും എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമുക്ക് കുറേ ദൂരം ഉണ്ടായിരുന്ന അവ്യക്തമായിരുന്ന എന്തോ ഒരു കാര്യം എത്തേണ്ട ഒരു കാര്യത്തിന് കൂടുതൽ ക്ലാരിറ്റി നമുക്ക് കിട്ടുകയാണ് ചെയ്തിട്ടുണ്ടാവുക. കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും. ആ ക്ലാരിറ്റി കിട്ടിയ സാധനത്തിലേക്ക് എങ്ങനെയാണ് നമ്മൾ എത്തുക എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോണ കാര്യം. അതായത് ആ ക്ലാരിറ്റി കിട്ടിയ കാര്യമാണ് നമ്മളുടെ ഗോൾ. ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. എന്താണ് ആ ലക്ഷ്യം? 10 മണിയാവുമ്പോഴേക്ക് ഇവിടെ എത്തണം. ദാറ്റ് ഇസ് എ ഗോൾ അല്ലേ? അപ്പം നമ്മൾ ആ ഗോള് അത്രയും സ്ട്രോങ് ആണെങ്കിൽ, ആ ഗോൾ അത്രയും സ്പെസിഫൈഡ് ആണെങ്കിൽ, നമ്മൾ എന്ത് തടസ്സം ഉണ്ടായാലും നമ്മൾ എന്ത് ചെയ്യും? എത്തും. ഓക്കെ. എന്നാലോ അതിന് എത്രത്തോളമാണ് നമ്മളതിന് സീരിയസ്നെസ് കൊടുക്കാതിരുന്നത്? അങ്ങനെ ആണെങ്കിൽ വഴിയിൽ കണ്ട സുഹൃത്തിൻ്റെ കൂടെ സംസാരിച്ച് സമയം കളയും. അല്ലെങ്കിൽ വഴിയിൽ കണ്ട സുഹൃത്ത് പറയണം ഇന്ന് നമുക്ക് വേറെ എവിടേക്കെങ്കിലും പോയാൽ, ഇന്നിപ്പോൾ എന്താ ഇവിടെ നമുക്ക് ഇന്ന് ക്ലാസ്സിന് പോകണം, ഇന്ന് കട്ടാക്കാം, അന്ന് നമുക്കൊരു സിനിമക്ക് പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് പോകും. അങ്ങനെ ഒരു ഗോളില്ലെങ്കിലുള്ള അവസ്ഥയാണ് ഉണ്ടാവുക. കാരണം ഞാൻ എൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു. എനിക്കൊരു ഗോളില്ലായിരുന്നു. കാരണം ഞാൻ പഠിക്കാൻ പോയത് ഞാൻ എൻ്റെ ഉപ്പാക്കും വേണ്ടിയിട്ടാണ് പഠിക്കാൻ പോയത്. ഞാൻ എനിക്ക് വേണ്ടി പഠിക്കാൻ പോയതല്ല. എൻ്റെ ഉപ്പാൻ്റെ ഇഷ്ടം ഇന്നൊരു ഡോക്ടർ ആക്കണം തരും. ഞാനൊരു കണ്ടക്ടർ പോലും ആകുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. സത്യം പഠിച്ചിട്ടാവും എനിക്കൊരു പ്രതീക്ഷയില്ല. കാരണം അതായിട്ടില്ല. അന്ന് ഞാനത് ആകാത്തതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇങ്ങനെ ആയത്. അത് വേറെ കാര്യം. പക്ഷേ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ എനിക്ക് എൻ്റേതായൊരു ഗോള് ഇല്ല. കാരണം വീട്ടിൽ നിന്ന് പൈസ തരുന്നു, ഞാൻ എന്ത് ചെയ്യണം? കോളേജിൽ പോകണം, കുറേ പൈസ ഞാൻ പറ്റിക്കണം. കാരണം വീട്ടിൽ നിന്ന് പറ്റിക്കും, ഉപ്പാൻ്റെ പോക്കറ്റ് അടിക്കും, പിന്നെന്താ നുണ പറഞ്ഞിട്ട് പൈസ വാങ്ങും. എന്തിനാണ്? എൻ്റെ താൽക്കാലികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. സത്യമാണ്. എന്താ പറയുന്നതിന് കുഴപ്പമുള്ളത്? പൈസ വാങ്ങും, എന്തെങ്കിലും നുണ പറഞ്ഞിട്ട് വാങ്ങും. എങ്ങനെയൊക്കെ പൈസ വാങ്ങാൻ പറ്റുമോ അങ്ങനെയൊക്കെ പൈസ വാങ്ങും. വേറെ ആൾക്കാർക്ക് കെട്ടെടുക്കൂല, പക്ഷെ ഉപ്പാൻ്റെ കെട്ടെടുക്കും. ഉപ്പാൻ്റെ കെട്ടെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? പൈസ വാങ്ങും. എന്തിനാണ്? എനിക്കെന്ത് ചെയ്യണം? എനിക്ക് സിനിമക്ക് പോകണം. ശ്രദ്ധിക്കണേ, എനിക്ക് സിനിമക്ക് പോകണം. പിന്നെന്താ? സുഹൃത്തുക്കളെ കൂടെ ഹോട്ടലിൽ പോകണം. ഇതിനൊക്കെ പോയി എനിക്കൊരു 20 രൂപ എന്തും തരും. പക്ഷെ ആ 20 രൂപ കൊണ്ട് എനിക്ക് എന്ത് ചെയ്യൂല? തികയൂല. 25 കൊല്ലം മുന്നത്തെ കാര്യമാണ്. 20 രൂപ എന്ന് വലുതാണ്, പക്ഷെ 20 രൂപ കൊണ്ട് എനിക്ക് തികയില്ല. കാരണം എൻ്റെ ചിലവ് അത്രയും വലുതാണ്. പിന്നെ കോളേജിലേക്ക് എല്ലാവരും നടന്നു കയറുമ്പോൾ ഞാൻ ഓട്ടോറിക്ഷയ്ക്കേ പോവുള്ളൂ. എനിക്ക് നടക്കാൻ വയ്യ, അപ്പം ഞാൻ ഓട്ടോറിക്ഷയ്ക്കേ പോവുള്ളൂ. അപ്പം അതിന് ചിലവ് കൂടും. പിന്നെ ഒറ്റ ദിവസം കോളേജിൻ്റെ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിക്കൂല. അവിടെ കുറച്ച് പൈസ കുറവാണ്, അവിടുന്ന് കഴിക്കൂല, അപ്പുറത്തുനിന്നേ കഴിക്കുള്ളൂ. അപ്പം ഇതൊക്കെ പിന്നെ എന്നും സിനിമക്ക് പോകണം, എന്നെങ്കിലും അല്ല എന്നും സിനിമക്ക് പോകണം. ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ ഫുള്ളി ഡൈവേർട്ടഡ് ആയി കംപ്ലീറ്റ്. കാരണം ഞാൻ കരുതിയത് ഇതാണ് എൻ്റെ ലൈഫ്, ഇതല്ലേ ഭയങ്കര ജോളി, ഇതല്ലേ ഭയങ്കര രസം. പക്ഷേ അതിൻ്റെ കുറേ പാഠങ്ങൾ പഠിപ്പിച്ചു. എൻ്റെ കൂടെ ഒരു കാര്യമുണ്ട് കേട്ടോ. അന്ന് ഞാൻ അങ്ങനെ ആയി, എനിക്കൊരു എന്തോ എൻ്റെ പിന്നെ മാതാപിതാക്കളെ പ്രാർത്ഥന ആയിരിക്കാൻ ചിലപ്പോൾ എന്തോ കാരണം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ വേറെ ഒരു പ്രശ്നത്തിലേക്കും ഞാൻ പോയില്ല. ഇതാണ് സത്യം. പല പരിശ്രമങ്ങളും നമ്മൾ നടത്തി നോക്കി, പക്ഷെ അതൊക്കെ പരാജയപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ പ്രേമിക്കാൻ നോക്കി, നടന്നില്ല. പിന്നെ അതേപോലെ തന്നെ എന്താ വെച്ചാൽ അങ്ങനെ പല പരിപാടികളും നോക്കി, അതൊന്നും നടന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പരാജയപ്പെട്ടു. ഫെയിലിയർ ആയപ്പോൾ നമ്മൾ എല്ലാം പിന്മാറി. അതുകൊണ്ട് ഇന്ന് ഞാൻ എന്ത് ചെയ്തു? ഇന്ന് ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 50-60 ആളുകൾ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു. ആ ക്ലാസ്സിലുള്ളിൽ ഏറ്റവും ഇന്ന് സന്തോഷത്തിലും സമാധാനത്തിലും എല്ലാം കൊണ്ട് നിൽക്കുന്ന ഒരാൾ ഞാനാണെന്ന് ഞാൻ ഉറക്കനെ പറയും. എന്തായാലും കാരണം എന്താ വെച്ചാൽ അത്രയും ഞാൻ ഉറപ്പ് പറയാൻ കാരണം 25 വർഷത്തിന് ശേഷം നടന്ന രണ്ട് ഗെറ്റ് ടുഗദറിലും ഞാൻ ചെന്ന് കാണുമ്പോൾ എല്ലാവരും വളരെ എന്താ പറയുക, പ്രശ്നങ്ങളാണ് അവർക്ക് പറയാനുള്ളത്. എപ്പോഴും മനസ്സിലായിക്കോളി, പ്രശ്നങ്ങളാണ് പറയാനുള്ളത്. അതുപോലെ പൊസിഷനൊക്കെ വലുതാണ്, പക്ഷെ അവർക്ക് പറയാനുള്ളത് എന്താണ്? എപ്പോഴും പ്രശ്നങ്ങളാണ്. ആ സ്ട്രെസ്സാണ്, ഈ സ്ട്രെസ്സാണ്, അത് ശരിയല്ലടാ, ഇത് ശരിയല്ല, ആ പ്രശ്നം ഇങ്ങനെ. എനിക്കൊരു പ്രശ്നം പറയാനില്ല. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ഞാൻ എനിക്ക് നേരിടാൻ പഠിച്ചു. ഇതാണ് സത്യം. പ്രശ്നങ്ങളില്ല എന്നല്ല അതിനർത്ഥം, പ്രശ്നങ്ങളാണ്, പക്ഷെ ഞാൻ അതിനെല്ലാം നേരിടാൻ പഠിച്ചു. അപ്പോൾ എനിക്കെന്ത് ചെയ്തു? അത് നേരിടാൻ പഠിച്ചപ്പോൾ എനിക്കതൊന്നൊരു പ്രശ്നമല്ലാതായി. അപ്പോൾ എനിക്ക്
സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ അങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. സെൻട്രൽ ഗവൺമെൻറ് ജോലിയുള്ള ആൾക്കാരുണ്ട്, ലക്ഷക്കണക്കിന് രൂപ സാലറി കിട്ടണേ. ഡിഫൻസിലുള്ള മറ്റേ ED ഓഫീസിലുള്ള ആൾക്കാരുണ്ട്, പിന്നെ ഡ്രഗ് ഇൻസ്പെക്ടർ ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ഇവരൊക്കെ ഉണ്ട്. ഗ്രൂപ്പ് സയൻസ് ആണ്, അപ്പോൾ അതിൽപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട്. ഇവരൊക്കെ വലിയ വലിയ പ്രൊഫസർമാരുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, ലെക്ചർമാരുണ്ട്, പിന്നെ അതേപോലെ വില്ലേജ് ഓഫീസർമാരുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്, പോലീസുകാരുണ്ട്, എക്സൈസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതിൽ ഒന്നും അല്ലാത്തവരും ഉണ്ട്, അത് വേറെ കാര്യം, എല്ലാം ഉണ്ട്. പക്ഷെ അവർക്ക് എല്ലാവർക്കും പറയാനുള്ളത് എന്താണ്? സ്ട്രെസ്സാണ്. എനിക്ക് പറയാൻ എനിക്കൊരു പ്രശ്നം, ഞാൻ എന്തിനെ നേരിടാൻ എനിക്ക് കഴിയുമെന്നുള്ളൊരു കോൺഫിഡൻസ് എൻ്റെ ഉള്ളിൽ എനിക്കുണ്ട്. അത് എനിക്ക് തന്ന, എൻ്റെ ദൈവം തന്ന ഒരു കഴിവാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഞാൻ ഡെവലപ്പ് ചെയ്തപ്പോൾ എനിക്കത് ഉപയോഗപ്പെടൽ തുടങ്ങി. എന്തുകൊണ്ട് എനിക്കതിനെ നേരിടാൻ കഴിയൂല എന്നാണ് ഞാൻ ചോദിക്കൽ. ഞാൻ എന്നോടാണ് ചോദ്യം ചോദിക്കൽ. വൈ? എന്തുകൊണ്ട്? ഇതാ 18 വയസ്സ് 17 വയസ്സുള്ള ആളാണ് ഞാൻ അന്ന്. ആ 17 വയസ്സുള്ള ഞാൻ ഈ 17 വയസ്സൊക്കെ ആകുമ്പോഴുള്ളൊരു ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, +2 ഒക്കെ കഴിഞ്ഞ സമയത്ത് നമുക്ക് നമ്മളിങ്ങനെ ഒരു സർക്കിളിലാണ് നിൽക്കുക, ഇങ്ങനെ ഒരു ട്രാഫിക് സിഗ്നലിലാണ് നിൽക്കുക. ഇവിടുന്ന് ഇങ്ങോട്ട് റോഡുണ്ട്, ഇങ്ങോട്ട് റോഡുണ്ട്, ഇങ്ങോട്ട് റോഡുണ്ട്, ഇങ്ങോട്ട് റോഡൊക്കെ ഉണ്ട്. ഇത് ഏത് കൂടെ പോകണം എന്നുള്ള കൺഫ്യൂഷനിലാണ് നമ്മളുണ്ടാവുക. ശ്രദ്ധിച്ചോ ഉണ്ടാവും. നമുക്കൊരു കറക്റ്റ് ലക്ഷ്യമില്ലെങ്കിൽ നമ്മൾ അതിൽ കാണുന്ന ഏറ്റവും നല്ല വഴിയിലൂടെ പോകും. മീൻസ് നല്ല വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തിയുള്ളതും, കാണുമ്പോൾ എക്സൈറ്റ്മെൻ്റ് ഉള്ളതും, കാണുമ്പോൾ സന്തോഷം തരുന്നതും ഹാപ്പിനെസ് തരുന്നതെന്ന് നമുക്ക് ഫീൽ ചെയ്യിക്കുന്നതുമായ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കും. ആ വഴിയുടെ എന്തായിരിക്കും? അത് അപകടമായിരിക്കും. കാരണം ലോകം അങ്ങനെയാണ്. ഞങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ?